ഹായ് ഡിയേഴ്സ്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ എന്താണെന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളപ്പിച്ച ചെറുപയർ അത് കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ളതാണ്. നമ്മുടെ അമ്മമാരുടെ മെയിനായിട്ടുള്ള ഒരു പ്രശ്നമാണ് കുട്ടികൾ ഈ വെജിറ്റബിൾസ്, ഇലക്കറികൾ ഇതൊക്കെ എങ്ങനെ കഴിപ്പിക്കുന്നുള്ളത്. ഇവിടെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ മുളപ്പിച്ച ചെറുപയർ കൊടുക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ചെറുപയർ ഇന്നലെ വെള്ളത്തിലിട്ടിട്ട് മുളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ബ്രൊക്കോളി എടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് അത്യാവശ്യം ഇഷ്ടമാണ് ബ്രൊക്കോളി. അതപ്പോൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും ക്യുക്കമ്പറും ക്യാപ്സിക്കും എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. വലുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എൻ്റെ ദേവക്കുട്ടനൊക്കെ ചെറുതാക്കി കട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ചെറുപയർ ഇങ്ങനെ ഒരു പാനിൽ അടിയിൽ മാത്രം ഒന്ന് വെള്ളം പരന്ന് എടുക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ വേവിക്കാനായിട്ട്. ഇത് അത്യാവശ്യം ഒന്ന് നന്നായി തിളച്ച് ഒരു 2 മിനിറ്റിനുള്ളിലൊക്കെ വെന്ത് കിട്ടും കേട്ടോ. ചെറിയൊരു വേവ് മാത്രം മതി, ഭയങ്കരമായിട്ട് വെന്ത് ഇതായി പോവണ്ട. ചെറുതായി ഒരു ചൂട് തട്ടുമ്പോൾ തന്നെ അത് ചെറിയൊരു വേവായിട്ടുണ്ടായിരിക്കും. ചെറുപയർ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ തീ കുറച്ചിട്ട് അടച്ചു വെക്കണം. ഒരു 2 മിനിറ്റൊക്കെ വെക്കുമ്പോഴേക്കും അതൊരു ചെറിയ വേവായി കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വെക്കുന്നത്. അപ്പോഴാണ് കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ ഒരു കുറച്ചും കൂടി നല്ല ടേസ്റ്റിലിരിക്കുന്നത്. ആ പയർ വേവിക്കണേൽ ഉപ്പിടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ബ്രൊക്കോളി ക്ലീൻ ചെയ്തതും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ക്യാപ്സിക്കും ക്യാരറ്റും ആണ് ആവി കയറ്റാൻ വെച്ചിട്ടുള്ളത്. ഞാൻ ഇഡലി ചെമ്പിലാണ് ആവി കയറ്റി എടുക്കുന്നത് കേട്ടോ. ക്യുക്കമ്പർ ഇതിനകത്ത് ഇട്ടിട്ടില്ല. ക്യുക്കമ്പർ നമ്മൾ അതേ വേവിക്കാത്ത രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. പിന്നെ ഇതിപ്പോൾ വേവിച്ചതിന് ശേഷമുള്ള ചെറുപയറാണ്. കൂടുതൽ വേവൊന്നും ഒട്ടും ആയിട്ടില്ല. ആ റൂട്ട്സൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ചെറുപയർ മുളപ്പിച്ചിട്ട് തോരൻ വെച്ച് കൊടുക്കുമ്പോഴൊന്നും ഇവർക്ക് അത്ര ഇഷ്ടമില്ല കേട്ടോ കുട്ടികൾക്ക്. ഇങ്ങനെ കൊടുത്തിട്ട് നന്നായി കഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾസും അത് ആവി വന്ന് ഒരു 2 മിനിറ്റിനുള്ളിൽ ആവശ്യത്തിനുള്ള വേവായി കിട്ടും കേട്ടോ. ആ ബ്രൊക്കോളി മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി. ബാക്കി ഇപ്പോൾ ക്യാപ്സിക്കും ക്യാരറ്റൊക്കെ ചെറിയ വേവാണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഓരോ കുട്ടികളുടെയും വേവിൻ്റെയൊക്കെ പാകത്തിനനുസരിച്ചിട്ട് ചെയ്താൽ മതി. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. ഇതിൽ ക്യുക്കമ്പർ മാത്രമാണ് വേവിക്കാണ്ട് അങ്ങനെ തന്നെ ഇട്ടിട്ടുള്ളത്. ബാക്കി വെജിറ്റബിൾസൊക്കെ വേവിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ലാസ്റ്റാണ് കേട്ടോ നമ്മുടെ പയർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആ മുളച്ച ഭാഗമൊക്കെ അധികം ഇളക്കി വിട്ടു പോരാനായിട്ട് സാധ്യതയുണ്ട്. കാണുമ്പോൾ ഉള്ളൊരു ഭംഗി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഏറ്റവും അവസാനം പയർ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഉപ്പിടുക, പിന്നെ ചെറുനാരങ്ങ ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ് കേട്ടോ ഇത്. ഞാനിപ്പോൾ ഇവിടെ വീക്ക്ലി ട്വൈസൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. ചെറുപയർ മാത്രം ഒരു പ്രാവശ്യം മുളപ്പിക്കും. 2 തവണയ്ക്കുള്ളതും അതെ ഒറ്റ പ്രാവശ്യം മുളപ്പിച്ചിട്ട് കുറച്ച് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കാനുള്ളത് ഉണ്ടായിരിക്കും. നന്നായി വിശപ്പ് മാറുന്ന രീതിയിലല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ അവർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ കഴിക്കാൻ പറ്റണ ഒരു ഇതിലല്ല കേട്ടോ ഞാൻ കൊടുക്കാറ്. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒരു വിശപ്പ് ചെറുതായിട്ട് തോന്നുമല്ലോ. അപ്പോൾ ആ നേരത്തൊക്കെ കൊടുക്കണ രീതിയിലാണ് ഞാനിവിടെ മൈദിൽ മോൾക്കും ദേവക്കുട്ടനും കൊടുക്കണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.